ഇന്നലെ സ്മാക്ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റിൽ റോമൻ റെയിൻസ്, സെത്ത് റോളൻസ്, CM പങ്ക് ഇവര് 3 പേരും ഒരു അറ്റാക്കിംഗ് സെഗ്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് കണ്ടതിന് ശേഷം ഇപ്പൊ ഫാൻസ് ഭയങ്കരമായിട്ടും ഈ ഒരു സെഗ്മെന്റ് എതിർക്കുന്നുണ്ട്. അതായത് ഇവരുടെ റെസൽമേനിയ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് ഒട്ടും സെറ്റായില്ല എന്നൊക്കെയാണ് ഇപ്പോൾ അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ പോൾ ഹേമനെ വെച്ച് റെസൽമേനിയയിൽ WWE ഒരു ട്വിസ്റ്റ് വെക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും ചില റൂമറെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് റേ ഫീനിക്സിനെ പറ്റി പറയാം. അതായത് റേ ഫീനിക്സ് WWE വരുന്നതിന്റെ സൂചനയെല്ലാം WWE കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ റേ ഫീനിക്സ് WWE കോൺട്രാക്ട് എല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ റേ ഫീനിക്സ് WWE വരാനാണ് ചാൻസ് ഉള്ളത്. പിന്നെ അലക്സ ബ്ലസ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് പറയാം. അതായത് അലക്സ ബ്ലസ് റോയൽ റംബിളിൽ വന്ന് എലിമിനേഷൻ ചേംബറിൽ മത്സരിച്ച് പിന്നീട് എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുകയാണെങ്കിൽ അലക്സ ബ്ലസ്സിനെ വെച്ച് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇപ്പോഴത്തേക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് റെസൽമേനിയ വരെ അവരെ വെച്ച് പ്ലാൻ ഇല്ല എന്ന്. പിന്നീട് വൈറ്റ് സ്റ്റിക്സ് എല്ലാം വന്നതിന് ശേഷമാണ് അലക്സ ബ്ലസ്സിന് നല്ല പ്ലാൻ കിട്ടാൻ ചാൻസ് ഉള്ളത്. അതുവരേക്കും ഇവർക്കധികം മാച്ചൊന്നും ഉണ്ടാവില്ല, ലൈവ് ഇവന്റിലൊക്കെ ആയിരിക്കും ഉൾപ്പെടുത്തുക. അതുകൊണ്ടാണ് റോ സ്മാക്ഡൗൺ പോലെയുള്ള എപ്പിസോഡിൽ ഇപ്പോൾ അവരെ കാണാത്തത്. ഇനി റെസൽമേനിയയ്ക്ക് മുൻപ് കൊണ്ടുവരുമോ എന്നറിയില്ല. അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ റെസൽമേനിയയിൽ ഒരു മാച്ച് പ്രതീക്ഷിക്കാം. ഇല്ല എങ്കിൽ അലക്സ ബ്ലസ്സിന്റെ മാച്ച് റെസൽമേനിയയിൽ ഉണ്ടാവില്ല. പിന്നെ അതിനു മുൻപുള്ള ഒരു സ്മാക്ഡൗണിൽ വൈറ്റ് സ്റ്റിക്സ് ഒക്കെ റിട്ടേൺ ചെയ്തുകൊണ്ട് അലക്സ ബ്ലസ്സുമായിട്ട് സെഗ്മെന്റ് ചെയ്ത് റെസൽമേനിയയിലേക്ക് പോകും എന്നൊക്കെ ന്യൂസ് ഉണ്ട്. എന്നാൽ ഇതിന് മുൻപ് വന്ന ന്യൂസ് വൈറ്റ് സ്റ്റിക്സ് നേരെ റെസൽമേനിയയിലാണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്നാണ്. എന്തായാലും നോക്കാം. ഇനി ഇന്നലെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന സെത്ത്, CM പങ്ക്, റോമൻ റെയിൻസ് ഇവരുടെ സെഗ്മെന്റിനെ പറ്റി പറയാം. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ്, അതായത് ഇവരുടെ അറ്റാക്കിംഗ് സെഗ്മെന്റ് കണ്ട സമയത്ത് ഫാൻസിന് ഭയങ്കരമായിട്ടും ദേഷ്യം വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെയാണ് ഫാൻസ് പറയുന്നത്. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ റിവ്യൂവിൽ തന്നെ പറഞ്ഞിരുന്നു. അതായത് ഇവർ 3 പേരും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ അടുത്ത സെക്കൻഡിൽ തന്നെ സെക്യൂരിറ്റീസ് എല്ലാം ഒന്ന് പിടിച്ചു മാറ്റുന്നതായിട്ട് കാണിച്ചിരുന്നു. അതിപ്പോൾ കുറച്ച് നാളായിട്ട് WWE വളരെയധികം ബോറിംഗ് ആണ്. അതായത് ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോഴേക്കും സെക്യൂരിറ്റീസ് എല്ലാം ഒന്ന് പിടിച്ചു മാറ്റും. എന്നാൽ മുൻപൊക്കെ നോക്കുകയാണെങ്കിൽ റെസ്ലേഴ്സ് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് അവരവരുടെ ഫിനിഷറൊക്കെ ചെയ്തുകൊണ്ട് മാസായി നിന്നാണ് മിക്ക എപ്പിസോഡെല്ലാം എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിക്കുക. ഇപ്പൊ ബ്രോക്ക് ആണെങ്കിൽ F5, റോമൻ ആണെങ്കിൽ സ്പീറൊക്കെ ചെയ്ത് മാസായി നിന്നാണ് അവസാനിപ്പിക്കാറ്. ഈ സെക്യൂരിറ്റീസിന്റെ കളി അധികം ഉണ്ടാവാറില്ല. അത്രയ്ക്ക് കൈവിട്ട് പോകുന്ന അവസ്ഥയിലാണ് സെക്യൂരിറ്റീസ് എല്ലാം വന്ന് പിടിച്ചു മാറ്റുന്ന പോലെ കാണിക്കാറ്. എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചത്. ഇവർ അറ്റാക്ക് ചെയ്ത അടുത്ത സെക്കൻഡിൽ തന്നെ വന്നുകൊണ്ട് വളരെയധികം ബോറായിട്ടാണ് പോയത്. അതായത് ഇവർ തമ്മിലുള്ള ഫൈറ്റും കാണാനും സാധിച്ചില്ല. സെക്യൂരിറ്റീസിന്റെ കോമഡി തരം മാത്രമാണ് നമ്മൾക്ക് അധികം കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതേ സെഗ്മെന്റ് ഇൻട്രസ്റ്റ് ആക്കാൻ പറ്റുമായിരുന്നു. അതായത് സെത്ത്, റോമൻ, CM പങ്ക് ഇവർ 3 പേരും കമ്പനിയുടെ മെയിൻ റെസ്ലേഴ്സ് ആണ്. ഇവർ 3 പേരും മുൻപ് റാൻഡി ഓർട്ടൻ, ബ്രോക്ക് ലെസ്നർ ഒക്കെ ചെയ്യുന്നത് പോലെ സെക്യൂരിറ്റീസിനെ നോക്കാതെ അവരെയെല്ലാം അറ്റാക്ക് ചെയ്ത് അവരവരുടെ ഫിനിഷറൊക്കെ ചെയ്ത് വീണ്ടും അറ്റാക്ക് ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ സെറ്റായേനെ. ഇതിപ്പോൾ അവർ വന്ന് പിടിച്ചു മാറ്റി വളരെയധികം ബോറാക്കി വെച്ചു. ആകെ കൂടി ഒരു പ്ലസ് പോയിന്റ് റോമൻ റെയിൻസ് സ്റ്റെപ്പ് എടുത്തുകൊണ്ട് വന്ന് ഇവരെ 2 പേരെയും അറ്റാക്ക് ചെയ്തതാണ്. അതും കൂടി സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒട്ടും സെറ്റാവില്ലായിരുന്നു. അതായത് സെഗ്മെന്റ് ഇവരുടെ വേറെ ലെവലായിട്ട് പോയി, 3 പേരും വേറെ ലെവലായി കൊണ്ടുപോയി. പക്ഷെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പണി പാളിപ്പോയി. അതുപോലെ ഇവരുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫാൻസിന് ദേഷ്യം വരാനായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് CM പങ്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് സെറ്റായില്ല എന്നൊരു അഭിപ്രായവും ഫാൻസ് പറയുന്നുണ്ട്. അതായത് സെത്ത് റോളൻസ്, റോമൻ റെയിൻസ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള പകയുള്ളതായിട്ടാണ് WWE കാണിച്ചത്. അതായത് ഷീൽഡ് തൊട്ടെടുത്താലും അതുപോലെ കോഡിനെ ഹെൽപ്പ് ചെയ്ത് ചാമ്പ്യൻഷിപ്പ് കളഞ്ഞതിലും റെസൽമേനിയയിൽ റോമന്റെ തോൽവിക്കും എല്ലാത്തിനും സെത്ത് റോളൻസ് ആണ് കാരണക്കാരൻ. അതുപോലെ തന്നെ സെത്ത് റോളൻസിനിട്ട് റോമൻ റെയിൻസും നല്ല പോലെ പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സ്റ്റോറി ലൈൻ കണക്ട് ചെയ്ത് ഇപ്പോൾ ഇവർക്ക് മാത്രം മാച്ച് വെച്ചാൽ മതിയായിരുന്നു എന്ന ലെവലിലും ഫാൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫാൻസിന്റെ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ ഫാൻസ് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ പകുതി മുക്കാലും ശരിയാണ്. അതായത് സെത്ത് റോമൻ മാച്ച് വെച്ചുകൊണ്ട് CM പങ്കിനെ റോയൽ റംബിൾ വിൻ ചെയ്യിപ്പിച്ച് CM പങ്കിന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചും അതുപോലെ തന്നെ സീന എപ്പോഴത്തെയും പോലെ ചേംബർ വിൻ ചെയ്ത് റെസൽമേനിയയിൽ കോഡിയുടെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ചും റോമൻ സെത്ത് മാച്ചും വെച്ച് കഴിഞ്ഞാൽ സെറ്റായേനെ റെസൽമേനിയ മാച്ച് കാർഡ് ഒരു രക്ഷയില്ലാത്ത മാച്ച് കാർഡായി മാറിയേനെ. പക്ഷെ നമ്മുടെ ട്രിപ്പിൾ എച്ച് ട്വിസ്റ്റ് വെച്ച് ജെയിംസ് വിൻ ചെയ്യിപ്പിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെയെല്ലാം പ്രശ്നം വന്നിട്ടുള്ളത്.
അപ്പോൾ ഇവരെ പറ്റി ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, അതായത് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല സപ്പോർട്ടായിരുന്നു എന്നും എന്നാൽ പോകെ പോകെ ഇവരുടെ ട്രിപ്പിൾ ത്രെഡ് മാച്ച് വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം ഫാൻസിന് വരുന്നുണ്ട് എന്ന്. എന്തായാലും നോക്കാം തുടർന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവരുടെ സ്റ്റോറി ലൈൻ എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത് എന്ന്. എന്തായാലും ഫാൻസിൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായങ്ങളെല്ലാം ഇങ്ങനെയാണ്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഇനി റസൽമേനിയയിൽ പോൾ ഹേമനെ വെച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ട്വിസ്റ്റ് എന്താണെന്ന് പറയാം. അപ്പോൾ ഇത് നടക്കാനായിട്ട് ഒട്ടും ചാൻസ് കാണുന്നില്ല, പക്ഷെ ഇത്തരത്തിൽ ഒരു റൂമർ കറങ്ങി നടപ്പുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ CM പങ്കിന്റെ കൂടെയാണോ റോമൻ റെയിൻസിന്റെ കൂടെയാണോ പോൾ ഹേമൻ നിൽക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും ഉപേക്ഷിച്ചുകൊണ്ട് സെത്ത് റോളൻസിന്റെ കൂടെ പോൾ ഹേമൻ ജോയിൻ ചെയ്തുകൊണ്ട് സെത്ത് റോളൻസുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് റസൽമേനിയയിൽ സംഭവിക്കുമെന്ന്. അപ്പോൾ ഈ റൂമർ നടക്കാൻ ചാൻസ് ഇല്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. നടക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയാൻ കാരണം ഈ റൂമർ നടക്കുകയാണെങ്കിൽ സെത്ത് റോളൻസ് റസൽമേനിയയിൽ ഇവരെ തോൽപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ട്വിസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഷോക്കിംഗ് ആയിരിക്കും, പക്ഷെ നടക്കാനുള്ള ചാൻസ് കുറവാണ്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. CM പങ്ക് റോമൻ റെയിൻസ് ഇവർക്ക് സിംഗിൾസ് മാച്ചൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സമയത്തായിരിക്കും പോൾ ഹേമനെ സ്റ്റോറിയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും കറങ്ങി നടക്കുന്ന റൂമർ പറഞ്ഞു എന്നേ ഉള്ളൂ. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.